തിന്നുമ്പോഴും കുടിക്കുമ്പോഴും കുല്ലു അംരിൻ ദീ ബാലില്ലാ യുബ്ദഉ ബിസ്മില്ലാഹി ഫഹുവ അബ്തറു. എല്ലാ നല്ല കാര്യങ്ങൾക്കും ബിസ്മിയല്ല. എല്ലാ നല്ല കാര്യങ്ങൾക്കും ബിസ്മിയല്ല എന്ന് പറഞ്ഞാൽ ബിസ്മി ചൊല്ലി ചെയ്യാൻ പറ്റുന്നതല്ലാത്ത ഒന്നും ചെയ്യരുത്. എല്ലാവരും പ്രസംഗിക്കും പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങി ആദ്യമായി പറഞ്ഞത് വായിക്കുക എന്നാണ്. അതങ്ങനെ പറയാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഖുർആൻ അങ്ങനെ വായിക്കാന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇഖ്റ ബിസ്മി റബ്ബിക എന്നാ പറഞ്ഞിട്ടുള്ളത്. നബിയെ നിങ്ങളുടെ നാഥന്റെ പേര് കൊണ്ട് വായിക്കുക എന്നാണ്. അങ്ങനെ എല്ലാതും വായിക്കാൻ പറ്റൂല. അള്ളാന്റെ പേര് പറഞ്ഞ് വായിക്കാൻ പറ്റുന്നത് എന്താണോ അതേ വായിക്കാൻ ഖുർആൻ നിർദ്ദേശിച്ചിട്ടുള്ളൂ, എല്ലാതും വായിക്കാൻ നിർദ്ദേശിച്ചിട്ടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഷർത്ത് മനസ്സിലാക്കാതെ നമ്മൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ വായിക്കാൻ പറഞ്ഞത് ബിസ്മി റബ്ബിക്കാണ്. അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, എനിക്ക് വലിയ ആന ഉണ്ടായിരുന്നു, എൻ്റെ വാല്യാപ്പാക്ക് തോട്ടിണ്ടായിരുന്നു എന്ന് പറയാനല്ല. അമ്മാ ബി നിഅമത്തി ഫഹദ്ദിസ് അല്ല, അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ് ആണ്. അവിടെ റബ്ബാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. നിഅമത്ത് പറയാന്നല്ല. നമ്മൾ കുറേ വലിയ വർത്താനൊക്കെ പറഞ്ഞു. എൻ്റെ പേരക്കുട്ടി ഇന്നെ അബുദാബിയിലാണ്, ഓനവിടുന്ന് കായ് അയക്കലുണ്ട്, എനിക്ക് ചായത്തോട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയും, അവസാനം പറയും ഖുർആൻ പറഞ്ഞത് അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്നല്ലേന്ന്. ഖുർആൻ അത് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഇവൻ പറഞ്ഞത് അതല്ല. അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ് ആവുമ്പോ ഇന്റെ റബ്ബ് എന്നതിലുണ്ടാവണം. അമ്മാ ബി നിഅമത്തി ഫഹദ്ദിസ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ് ആണ് പറഞ്ഞത്. അവിടെ റബ്ബാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ എല്ലാ നല്ല കാര്യങ്ങളും ബിസ്മി ചൊല്ലുക. 21 ദിവസം ഒരാൾ ഒരു കാര്യം ശ്രദ്ധിച്ച് ചെയ്താൽ 22ാമത്തെ ദിവസം മുതൽ അത് അവൻ്റെ ജീവിതത്തിൽ അറിയാതെ തന്നെ വന്നുകൊള്ളുമെന്നാണ്. കുട്ടികൾക്ക് ഒരു വിഷയം പരിശീലിപ്പിക്കാൻ 7 ദിവസമാണ് വേണ്ടത്. മുതിർന്നവർക്ക് ഒരു വിഷയം പരിശീലിപ്പിക്കാൻ 21 ദിവസമാണ് വേണ്ടത്. കുട്ടികളെ 7 ദിവസം ഒരേ കാര്യം ഒരുപോലെ ചെയ്യിച്ചാൽ, വിടാതെ ചെയ്യിച്ചാൽ 8ാം ദിവസം മുതൽ ഓരോ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ചെയ്യും. പക്ഷെ മുതിർന്നവർ 3-7 വേണം, 3 പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യണം. അപ്പോൾ 21 ദിവസം തുടർച്ചയായിട്ട് ഒരാൾ സുബഹിൻ്റെ മുമ്പ് എഴുന്നേറ്റാൽ പിന്നെ ഓന് അറിയാതെ അലാറൊന്നും വെക്കാതെ തന്നെ സുബഹിൻ്റെ മുമ്പ് ഉണരും. അങ്ങനെയാണ്. അപ്പോൾ ശീലമാകാൻ എടുക്കുന്ന സമയം അത് നമ്മൾ പരിശീലിച്ച് മനഃപൂർവ്വം എല്ലാ കാര്യങ്ങൾക്കും ബിസ്മി. ഉസ്താദിനെ വിളിക്കുകയാണ് ഫോണിൽ, ബിസ്മില്ലാഹിർ റഹ്മാൻ. എന്ത് മൊബൈൽ ഓൺ ചെയ്യാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ കാര്യങ്ങൾക്കും നന്മയുടെ എല്ലാ കാര്യങ്ങളും ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ശീലം. അങ്ങനെ ഒരു ക്യാമ്പ് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു 3 അദബുകൾ, അത് സുന്നത്താവുന്നത് നിയ്യത്ത് വെക്കുമ്പോഴാണ്. അദബായി തന്നെ തുടരും. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണെന്ന് നിയ്യത്ത് ചെയ്താൽ സുന്നത്താവും. അല്ലെങ്കിൽ അദബ് മാത്രമേ ആവുള്ളൂ. അദബ് മാത്രമായാൽ കാര്യമില്ല എന്നല്ല, സുന്നത്തും കൂടി ആയാൽ ഇരട്ടി കാര്യമാണുള്ളത്. അതുകൊണ്ട് എല്ലാ അദബുകളും ചെയ്യണം. അത് നിയ്യത്ത് ശരിയാക്കിയിട്ട് സുന്നത്താക്കി മാറ്റിയെടുക്കുകയും ചെയ്യണം. നമ്മളിവിടെ ഇന്ന് വന്നിട്ടുള്ളത് മഹല്ലിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അധികവും. മുഅ്മിനീങ്ങളെ, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്ക് ആദ്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താം. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വചനാണ്. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖിവാമുദ്ദുന്യാ ബി അർബഅത്തി അഷ്യാഅ, നിലനിൽപ്പിന്റെ ആധാരങ്ങൾ 4 എണ്ണമാകുന്നു. 1 ഇൽമുൽ ഉലമാഇ, വിവരമുള്ളവരുടെ വിവരം. 2ാമത്തേത് അദ്ലുൽ ഉമറാഇ, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ നീതിബോധം. 3ാമത്തേത് സഖാഉൽ അഗ്നിയാഇ, പൈസയുള്ളവരുടെ ദാനശീലം. 4ാമത്തേത് ദുആഉൽ ഫുഖറാഇ, സാധുക്കളുടെ ദുആ. 4 കാര്യങ്ങളാണ് നിലനിൽപ്പിന്റെ ആധാരം. 1 ഇൽമുൽ ഉലമാഇ, വിവരമുള്ളവരുടെ വിവരം. വിവരമുള്ളവരുടെ വിവരം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. 1 വിവരമുള്ള ആളുകൾ വിവരം പഠിപ്പിക്കുക, 2 വിവരമുള്ളവർ വിവരത്തിനനുസരിച്ച് അമൽ ചെയ്യുക. വിവരമില്ലാത്തവരൊരു വിവരമുണ്ട്, അത് ഏറ്റവും വലിയ ഇടങ്ങേറുമാണ്. ഏതും അങ്ങനെ തന്നെയാണ്. വിവരമുള്ളവരെ വിവരം വലിയ ഉപകാരമുള്ളതാണ്, വിവരമില്ലാത്തവരെ വിവരം വലിയ ഉപദ്രവം ചെയ്യും.
അപ്പം നമ്മളെ നാട്ടിൽ അടുത്ത ഞായറാഴ്ച ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഖാദിയായിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി വരുന്നു എന്ന് KP ഹാജി പറഞ്ഞു. ഞാൻ പോസ്റ്ററൊക്കെ കണ്ടിരുന്നു. എല്ലാവരും അത് വിജയിപ്പിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വലിയൊരു വിജയമാക്കി തരട്ടെ. സാന്ദർഭികമായി പറയാം. അപ്പം നമ്മളെ നാട്ടിൽ നമ്മളെ പ്രദേശത്ത് ഒരു നിക്കാഹിൻ്റെ കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടായി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു മുതലോരിക്കണ വിഷയത്തിൽ ഒരു തർക്കം ഉണ്ടായി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ത്വലാഖിൻ്റെ വിഷയത്തിൽ ഒരു തർക്കം ഉണ്ടായി. ഒരു ചങ്ങായി 3 ചൊല്ലി അവൻ്റെ പെണ്ണുങ്ങളെ, തർക്കായി. എന്നാൽ നമ്മൾ ഖാദിയരെടുത്ത് എന്നാൽ ഖാദിയര് പറയും നിങ്ങൾ ഏതായാലും ഒരു കാര്യം ചെയ്യും, പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൽ പോയിട്ട് അവിടുത്തെ ഉസ്താദന്മാരൊന്ന് കാണണം, എന്നിട്ട് ഈ വിഷയം ഒന്ന് അവതരിപ്പിക്കണം. വിഷയമെല്ലാം കേട്ട് പഠിച്ചതിന് ശേഷം ഉസ്താദന്മാർ ഒരു തീരുമാനം എഴുതിത്തരും. അതിന് ഫത്വ എന്നാ പറയാ. അതേറ്റ് വരി, എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാമെന്ന് പറയും ഖാദിയർ. അതേ സമയത്ത് ചായപ്പൊടി കച്ചവടം ചെയ്യുന്ന ആളോട് ചോദിച്ചു നോക്കുകയാണെങ്കിൽ 3 പോയി എന്നുള്ള മസാല അപ്പം കിട്ടും. ഒരു ജാമ്യക്കും പോകേണ്ടി വരില്ല. ഇതാണ് വിവരമില്ലാത്തവൻ്റെ വിവരം. ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ ശാപം അതല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, ഞാനീ പറഞ്ഞത് ശരിയല്ലേ എന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളങ്ങനെ മസിൽ പിടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ അനുഭവത്തിലുള്ള കുറേ ശരികളാണ് ഞാനീ പറയണത്. ഒരാൾ ഏതെങ്കിലും ഒരു ഖാദിയരോ ഒരു മൗലിയരോ അതൊന്ന് ആലോചിച്ച് പറയാന്ന് പറഞ്ഞാൽ ഓൻ വിവരമില്ലാത്തവനായി. ഇങ്ങനെയുള്ള സംഗതി വിവരമുള്ളവൻ എന്താ ആലോചിച്ച് പറയാന്ന് പറയലാണ്. പെട്ടെന്ന് മറുപടി പറയില്ല. നിറകുടം തുളുമ്പൂല എന്നാണ്. അരക്കുടം തുളുമ്പ് മാത്രമല്ല മേത്തുക്കാവും. തുളുമ്പിയതുകൊണ്ട് കുഴപ്പമില്ല, നമ്മളെ മേത്തുക്കാണ് അതാ പ്രശ്നം. ഈ മഹലിലൊക്കെ നിൽക്കുന്ന ഖത്തീബന്മാരും സദർമാരും ഒക്കെ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. പേരിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കല്. കുട്ടിക്ക് പേരിടാൻ ഓലെന്തേലുമൊക്കെ വാപ്പാൻ്റെ പേരിന്ന് 2 അക്ഷരം, ഉമ്മാൻ്റെ പേരിന്ന് 2 അക്ഷരം, നാടിൻ്റെ പേരിന്ന് 1 അക്ഷരം കൂടിയും കൂട്ടിയാണ്ട് വരും. അങ്ങനെ മുമ്പ് ഈ അബ്ബാസിയ ഖലീഫമാരിൽ പ്രമുഖനായ മുഅ്തസിം ബില്ലാ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. നല്ല മനുഷ്യനാണ്, നല്ലൊരു സ്വാലിഹായ മനുഷ്യനാണ്. മൂപ്പരൊരിക്കലും ഇങ്ങനെ കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പ്രദേശത്തെത്തി. അപ്പോൾ അവിടെ ഒരു പഴയ ഒരു ക്രിസ്ത്യൻ പള്ളി കണ്ടു, ഒരു കനീസ, ഒരു പള്ളി കണ്ടു. നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ അദ്ദേഹം ഒളു ചെയ്ത് അതിൽ കയറി നിസ്കരിച്ചു. അപ്പോൾ ഒരു വയസ്സായ ആളെ കണ്ടു. അപ്പോൾ മൂപ്പരോട് ചോദിച്ചു, അത്ര നിങ്ങളെ പേരെന്താന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, എൻ്റെ പേര് ബാഗ് എന്നാണ് പറഞ്ഞു. അപ്പോൾ ഈ മുഅ്തസിം ബില്ലാ അയാളോട് ചോദിച്ചു, ഈ നാടിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. നാടിൻ്റെ പേര് ദാദ് എന്നാണ് പറഞ്ഞു. അങ്ങനെ മൂപ്പര് അവിടെ ഒരു പട്ടണം ഉണ്ടാക്കിയിട്ട് ആ പട്ടണത്തിന് ബഗ്ദാദ് എന്ന് പേരിട്ടു എന്നാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കുട്ടിയൊക്കെ പേരിടല്. ബാപ്പാൻ്റെ പേരിന്ന് 2 അക്ഷരം, ഉമ്മാൻ്റെ 1 അക്ഷരം, നാടിന്ന് 1, രാഷ്ട്രത്തിൽ നിന്ന് 1, ഇതൊക്കെ കൂടിയും കൂട്ടിങ്ങാണ്ടുള്ള പേര്. എന്നിട്ട് 29 അക്ഷരമുണ്ട് അറബിയിൽ. അത് എങ്ങനെങ്കിലും കൂട്ടി യോജിപ്പിച്ചിങ്ങാണ്ട് വന്നാൽ അള്ളാഹുവിൻ്റെ ദുനിയാവിൽ ഡിക്ഷണറി മുഴുവൻ തിരഞ്ഞാലോ അതിലർത്ഥം കാണൂല, അതുണ്ടാവില്ല. അങ്ങനെ എല്ലാ ഭാഷയിലും ഉണ്ടാ പ്രശ്നം. കുറേ മലയാള അക്ഷരം കൂട്ടി യോജിപ്പിച്ചു. പോത്താമ്പി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ഏത് ഡിക്ഷണറിയിലാണ് പോയി കാണാം. എന്നാ പോ എന്നുള്ളത് മലയാളത്തിലെ അക്ഷരമല്ലേ? ആണ്. താ എന്നുള്ളത് മലയാളത്തിലല്ലേ? ആണ്. ബി എന്നുള്ളത് മലയാളത്തിലല്ലേ? അതുമാണ്. എന്നാ പോത്താമ്പിന്റെ അർത്ഥം എന്താ? അങ്ങനെ ഒരു സാധനം അള്ളാന്റെ ദുനിയാവിലില്ല. അതിനർത്ഥം കിട്ടൂല, ഒരു ഭാഷയിലും കിട്ടൂല. ഇങ്ങനെയുണ്ട് കുറെ പേര്. നെറ്റിൽ ചിലപ്പം കാണും. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഇങ്ങനെ ഉണ്ടാക്കി വിടുന്നതാണ്. ഓരങ്ങനെ ആലോചിച്ചങ്ങാണ്ട് ഒരർത്ഥം ഉണ്ടാക്കി വിടുക. പിന്നെ പലതും ഉറുദു ആണ്, പലതും പേർഷ്യൻ ഭാഷകളാണ്, പലതും ഇംഗ്ലീഷാണ്. അറബിയിൽ തന്നെ പേരിടണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ പള്ളിക്കല മൂലയായിരിക്കും മദ്രസയിലെ സദുർസ്ഥാനും അറബി ഡിക്ഷണറിയിൽ ഉണ്ടെങ്കിലേ പറഞ്ഞുതരാൻ കഴിയുള്ളൂ. ഇംഗ്ലീഷിൽ നിങ്ങൾ ഇട്ടോളി, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. മലയാളത്തിൽ ഇടാൻ പാടില്ല എന്നില്ല, ഇംഗ്ലീഷിൽ ഇടാൻ പാടില്ല. നല്ലത് അറബിയാണ്, അതാണ് നമ്മളെ പാരമ്പര്യം. അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാരെ ഏറ്റവും ഇടങ്ങേറാണ് പള്ളിക്കത്തെ ഉസ്താദന്മാർ. എന്നാൽ അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തില്ലെങ്കിലോ? മറ്റു ഭാഷകളെ അപേക്ഷിച്ച് അക്ഷരം കൂടുതലുള്ള ഭാഷയാണ് അറബി. 29 അക്ഷരം ഉണ്ട് എന്ന് ഹദീസ് തന്നെ വന്നിട്ടുണ്ട്. ലാമലിഫാണ് 29ാമത്തെ അക്ഷരം. അത് കൂട്ടിയിട്ട് 29, കൂട്ടിയില്ലെങ്കിൽ 28 ഉണ്ട്. അപ്പോൾ ഒരുപാട് അക്ഷരങ്ങളുണ്ട്. അതിങ്ങനെ കൂട്ടി യോജിപ്പിച്ചിങ്ങാണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാണ്ട് വന്നാണ്ട് അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താ പറയുക? മൂല്യന്മാർ ഏറ്റവും ഷീപ്പാകുന്ന ഒരു പരിപാടി അതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഓരോ പരിപാടികളാണ് ആൾക്കാർക്കുള്ളത്. അപ്പം എന്തായാലും ഒന്നാമത്തത് വിവരമുള്ളവൻ്റെ വിവരം.